നമസ്കാരത്തിലെ ദുആക്ക് ശേഷം 3 സലാത്തുകൾ ചൊല്ലുന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? കെ ജമാൽ, ചുറ്റിക്കാട്ടുകര. നമസ്കാരത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലണമെന്നോ ആ ചൊല്ലുന്ന സ്വലാത്ത് 3 എണ്ണമായിരിക്കണമെന്നോ സമയത്തിലോ എണ്ണത്തിലോ ഒന്നും ഒരു തെളിവുമില്ല, അങ്ങനെ നിബന്ധനയുമില്ല, സുന്നത്തുമില്ല. പക്ഷേ സ്വലാത്ത് എത്ര വർദ്ധിപ്പിക്കാമോ അത്രമാത്രം വർദ്ധിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു. ഞാൻ ദിവസത്തിന്റെ പകുതിയോളം സമയം സ്വലാത്തിനായിട്ട് വിനിയോഗിക്കട്ടെ എന്ന് ചോദിച്ച സ്വഹാബിയോട് നല്ലത് വർദ്ധിപ്പിച്ചാൽ അതിനേക്കാൾ ഉത്തമം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ എത്ര സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ അത്ര സ്വലാത്ത് ചൊല്ലുക. ജനങ്ങൾ മറന്നുപോകും എന്നുള്ളത് കൊണ്ടാണ് നമസ്കാര ശേഷം ഒരു 3 സ്വലാത്ത് ചൊല്ലി പിരിയുന്നത്. അത് ചൊല്ലൽ നല്ലതാണ്, അതിന് പുണ്യം കിട്ടും. 3 അല്ല 30 ചൊല്ലിയാലും കൂലി തന്നെയാണ്. പക്ഷേ അങ്ങനെ കൃത്യമായ എണ്ണമോ സമയമോ ഇല്ല എന്ന് അറിയുക. ഈ വ്യത്യാസം മനസ്സിലാക്കുക. ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ നോമ്പ് പിടിച്ചില്ല. ആ നോമ്പ് ഖളാ വീട്ടി. ഇനി അതിന് മുദ്ദ് കൊടുക്കണമോ? അഷ്റഫ്, അബുദാബിയിൽ നിന്നും. സ്വശരീരത്തെക്കുറിച്ചുള്ള ആശങ്കയുടെ പേരിലാണ്, അല്ലെങ്കിൽ തൻ്റെയും കുട്ടിയുടെയും പേരുള്ള ആശങ്കയുടെ പേരിലാണ് നോമ്പ് പിടിക്കാതിരുന്നതെങ്കിൽ മുദ്ദ് കൊടുക്കേണ്ടതില്ല. കുട്ടിയെക്കുറിച്ച് മാത്രമുള്ള ഭയത്തിൻ്റെ ആശങ്കയുടെ പേരിലാണ് നോമ്പ് പിടിക്കാതിരുന്നതെങ്കിൽ ഖളാ വീട്ടുന്നതിനോടൊപ്പം മുദ്ദ് കൂടി കൊടുക്കണം. ഉസ്താദ് എഴുതി അറിയിച്ച ദിക്കറുകൾ ഓതിത്തീരുന്നതിന് മുമ്പായി തന്നെ എനിക്ക് കട കിട്ടി. ഓതുന്ന സമയത്ത് നമസ്കാരത്തിലും ഹലാലായ ഭക്ഷണത്തിലും ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. ലത്തീഫ് ബി, കേശവദാസപുരം. അൽഹംദുലില്ലാഹ്, ആ ദുആക്കൾ ഓതി താങ്കൾക്കൊരു സ്ഥാപനം കിട്ടിയതിൽ അള്ളാഹുവിന് സ്തുതി. ഓതുന്ന സമയത്ത് നമസ്കാരത്തിലും ഹലാലായ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം പോരാ, ഇനിയും അത് തുടരണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടുതലുണ്ടാവുക. വീട് നിർമ്മിക്കുമ്പോൾ ചുറ്റളവ് തികയാത്ത പുരയാണെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണ്? റഷീദ മുനീർ, കാസർഗോഡ് നിന്നുമാണ് കത്തെഴുതിയിരിക്കുന്നത്. വീടിൻ്റെ ചുറ്റളവ് എപ്പോഴും 4ന്റെ ഗുണിതങ്ങളായിരിക്കണം. അഥവാ വീടിൻ്റെ മൊത്തം ചുറ്റളവിനെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമൊന്നും വരാൻ പാടില്ല. ആ രീതിക്ക് ചെയ്യുന്ന വീട്ടിൽ ഐശ്വര്യമുണ്ടാകും. ചുറ്റളവ് ആ രീതിക്ക് ആയില്ലെങ്കിൽ ദോഷങ്ങളും ഉണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ അനുസരിച്ചല്ല, പൂർത്തിയായില്ലെങ്കിൽ ഒരല്പം ഏതെങ്കിലും ഭാഗം വർദ്ധിപ്പിച്ച് അത് പൂർത്തിയാക്കുക, അത്രയും മതിയാകും. ഖുർആൻ ആയത്തുകൾ പിഞ്ഞാണിയിൽ എഴുതുമ്പോൾ ഖുർആനിൽ ഉള്ളതുപോലെയാണോ എഴുതേണ്ടത്? ഒരു സഹോദരി ഇടമട്ടത്തു നിന്നുമാണ് കത്തെഴുതിയിരിക്കുന്നത്. അല്ല, പിഞ്ഞാണിയിൽ എഴുതി കുടിക്കുമ്പോൾ, മായ്ച്ചു കുടിക്കുമ്പോൾ ഖുർആൻ ആയത്തുകൾ ഒറ്റ ഹർഫിലാണ് എഴുതേണ്ടത്. അതിൻ്റെ ഹർഫുകൾ മാത്രം വേർപെടുത്തി ഓരോരോ അക്ഷരങ്ങളായി എഴുതണം. ഷദ്, മദ്, ഹറക്കത്തുകൾ, അതുപോലെ തന്നെ പുള്ളികൾ ഒന്നും ഉണ്ടാവില്ല. മൻസിലും മഫാസിലുമുള്ള ദുആകൾ ഓതി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഏറ്റവും വലുത് മനസ്സിന് സമാധാനമുണ്ടായി എന്നതാണ്. ഈ പ്രോഗ്രാം ഒരുപാട് കാലം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സക്കീന, ഇടപ്പാറ്റയിൽ നിന്നുമാണ് കത്തെഴുതിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇതൊരു സക്കീനയുടെ മാത്രം കാര്യമല്ല, ഒരുപാട് പേർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ മനസ്സിലോതി മനസ്സമാധാനം ലഭിക്കുന്നു. മഫാസിലുള്ള ദുആക്കളും മറ്റും ഓതി ധാരാളം ദുന്യവിയും ഉഖ്റവിയുമായ പ്രയോജനം ലഭിക്കുന്നു. ധാരാളം സാക്ഷികളുണ്ട് അതിന്. ഇവരെല്ലാം അയക്കുന്ന കത്തുകൾ നമ്മൾ പ്രത്യേകം ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ആർക്കും ഇത് പരിശോധിക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ കലാമിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക്, ദിക്റുകളിലൂടെ, ദുആയിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ പടച്ച തമ്പുരാൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്മിമാരിൽ നിന്നും സർക്കാർ ബലമായി പിടിച്ചെടുത്ത് കുടിയാന്മാർക്ക് നൽകിയ ഭൂമിയിലുള്ള നമസ്കാരം ശരിയാകുമോ? ജന്മിമാരുടെ പൊരുത്തമില്ലാത്തതല്ലേ അത്? നിസാർ അഹമ്മദ്, കരിമ്പയിൽ നിന്നുമാണ് കത്തെഴുതിയിരിക്കുന്നത്. ഒരു ഭരണകൂടത്തിന്, സർക്കാരിന് ജന്മിമാരിൽ നിന്നും ബലമായിട്ടോ അല്ലാതെയോ ഭൂമി പിടിച്ചെടുക്കുവാനും വിതരണം ചെയ്യുവാനും അവകാശമുണ്ട്. പക്ഷെ അത് നീതിയുടെ നൂൽപ്പാലത്തിലായിരിക്കണം. അനീതിയായിട്ടും അക്രമമായിട്ടും സൈന്യത്തെയോ പട്ടാളത്തെയോ പോലീസിനെയോ ഉപയോഗിച്ചും ആവരുത്. എന്തായാലും സർക്കാർ പിടിച്ചെടുത്ത് കൊടുക്കുന്നതിൻ്റെ പേരിൽ കുടിയാന്മാർക്ക് അതിൽ തെറ്റൊന്നുമില്ല. അവരുടെ നമസ്കാരം ശരിയാകുകയും ചെയ്യും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതാത് ഭരണാധികാരികളായിരിക്കും ഉത്തരവാദികൾ. ലോകം അവസാനിക്കുമ്പോൾ മരിക്കുന്നവർക്ക്
ഖബർ ശിക്ഷ ഉണ്ടാകില്ലേ? അവർക്ക് എങ്ങനെയാണ് ശിക്ഷ കിട്ടുക? ആയിഷ ബന്ദിയോട് നിന്നുമാണ് കത്തെഴുതിയിരിക്കുന്നത്. തീർച്ചയായും അവർക്കും ശിക്ഷയുണ്ടാകും. ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിശ്ചയിക്കുന്ന ഒരുപാട് കാലം, ഒരു കാലം കഴിഞ്ഞതിന് ശേഷമേ പുനർജന്മം ഉണ്ടാകൂ. രണ്ടാമത് ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതും. അപ്പോൾ അതിനിടയിൽ അള്ളാഹുവിന് ശിക്ഷ കൊടുക്കാൻ കഴിയും. അതൊക്കെ റബ്ബിന്റെ കഴിവുകളിൽപ്പെട്ട കാര്യങ്ങളാണ്. ശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യും. സ്ത്രീ തെറ്റ് ചെയ്താൽ ഭർത്താവിന് തലാഖ് ചെല്ലാം. എന്നാൽ ഭർത്താവ് തെറ്റ് ചെയ്താൽ പാവം സ്ത്രീകൾ എന്തു ചെയ്യണം? സൈനബ ഓഞ്ഞാശ്ശേരിയിൽ നിന്നുമാണ് കത്തെഴുതിയിരിക്കുന്നത്. സ്ത്രീ തെറ്റ് ചെയ്താൽ ഭർത്താവിന് അവളെ ത്വലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്താം. പുരുഷന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച വരുന്നതെങ്കിൽ പെണ്ണിന് ഫസഖ് ചെയ്ത് ഭർത്താവുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താം. ഇസ്ലാം പുരുഷന് നൽകിയ അതേ അവകാശം പെണ്ണിനും നൽകിയിരിക്കുന്നു. ഫസഖ് എന്നാണ് അതിൻ്റെ അർത്ഥം. പെണ്ണിന്റെ തലാഖിന്റെ പേര് ഫസഖ് എന്നാണ്. ഇസ്ലാമിൽ അതിന് വകുപ്പുണ്ട്. നിർഭാഗ്യവശാൽ ഭാരതത്തിലെ കോടതികൾ ഫസഖ് അംഗീകരിക്കുന്നില്ല. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ജാരസന്തതിയുടെ 7 തലമുറ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഖദീജ ബന്ദിയോട് നിന്നുമാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ആ തെറ്റിന്റെ ഗൗരവം കാണിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പറച്ചിലുണ്ടായതാണ്. അതല്ലെങ്കിൽ ആ മാതാപിതാക്കളാണ് കുറ്റക്കാർ, കുട്ടി നിരപരാധിയാണ്. ജാരസന്തതി നല്ല നിലയിൽ പടച്ചവനെ പേടി ജീവിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. അവന് യാതൊരു കുഴപ്പവുമില്ല. ഉത്തരവാദികൾ മാതാപിതാക്കളാണ്.